വെൽക്കം ബാക്ക് ടു ട്രാവൽ സ്ക്യൂഡ്. സോ ട്രാവൽ സ്ക്യൂഡിന്റെ ലാസ്റ്റ് ഡേ ഇൻ ടിബിലിസിയിലെ വ്ളോഗാണ് നിങ്ങൾ കാണുന്നത്. സോ അപ്പൊ നിങ്ങൾക്ക് കാണാൻ എനിക്ക് ചുറ്റും ഇങ്ങനെ എന്താ പറയാ വൈൽഡ് ആനിമൽസിന്റെ ഒരു പിക്ചേഴ്സ്. അതെ, നമ്മള് ടിബിലിസിയിലെ ഒരു മിഡിൽ ഓഫ് ദ സിറ്റി ഒരു സൂ ഉണ്ട്. അവിടെയാണ് ഇന്ന് ട്രാവൽ സ്ക്യൂഡ് എത്തിയത്. സോ ഈ മൗണ്ടൻസിന്റെ മിഡിലായിട്ടുള്ള ഒരു സൂ ആണ് ടിബിലിസിയിലെ ഈ ഒരു സൂ. സോ അപ്പൊ നമുക്ക് ഇവിടെ പോയിട്ട് എങ്ങനെയൊക്കെയുള്ള ആനിമൽസ് ആണ് ഈ സൂവിലുള്ളത്, എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ, എങ്ങനെയാണ് ഈ സൂ ഈ മിഡിൽ ഓഫ് ദ സിറ്റി ഇങ്ങനെയുള്ളത് എന്ന് നമുക്ക് നോക്കാം. സോ പ്ലീസ് സ്റ്റേ ട്യൂൺ ടു ട്രാവൽ സ്ക്യൂഡ്. നമ്മൾ ക്രിസ്മസിന്റെ ഒത്തിരി വ്ളോഗ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, സപ്പോർട്ട്, ലൈക്ക്, കമന്റ്, ഷെയർ ട്രാവൽ സ്ക്യൂഡ്. So let's go inside and explore Tbilisi Zoo. Hello. Entry fee. Where is the a ticket counter? Yes. Okay, I will go that side then. Yeah. So the ticket counter ആണ് ഫ്രണ്ട്സ്. നമ്മൾ ടിക്കറ്റ് മേടിക്കാൻ പോവാണ്. സോ നമുക്ക് സീബ്രയുടെ ഒരു ഇതൊക്കെയുള്ള ഒരു ടിക്കറ്റാണ്. സൂവിൻ്റെ എൻട്രൻസിന് 4 ലാറിയേ ഉള്ളൂ. സോ നമ്മൾ 5 ലാറി കൊടുത്തു, 1 ലാറി അവർ തിരിച്ചു വന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇത് കയറി വരുന്ന എൻട്രൻസിലുള്ള ഒരു വ്യൂ ആണ് ഫ്രണ്ട്സ്. സോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ ഒരു കേജ് ഉണ്ട്. പിന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കുട്ടികൾക്കുള്ള ഷോപ്സ്. പിന്നെ അപ്പോൾ ക്രിസ്മസ് ആയത് കാരണം അവർ അങ്ങനെ ഒരു ക്രിസ്മസ് പപ്പയൊക്കെ തൂക്കിയിട്ട് അങ്ങനെ കുറച്ചൊരു ഷോപ്സ് ആണ് കാണുന്നത്. സോ അപ്പോൾ ഇവിടെ ഇങ്ങനെ എന്താ പറയുക കുറേ കുട്ടികളുടെ ടോയ്സ് കാര്യങ്ങളൊക്കെയാണ്. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പാർക്കാണ് കേട്ടോ, ഒരു പാർക്ക് പോലെ ആണ്. പിന്നെ നിങ്ങൾക്കറിയാലോ ടിബിലിസി എന്ന് പറയുമ്പോൾ ഒത്തിരി ഇങ്ങനെ മലയും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. സോ ഇപ്പോൾ ഒരു ഹില്ലി ഏരിയ തന്നെയാണ് ഈ സൂ ഉള്ളത്. സോ കണ്ടോ, അങ്ങ് ദൂരെ വണ്ടികൾ പോകുന്ന റോഡാണ്, അതിനുള്ളിലാണ് ഈ സൂ ഉള്ളത്. സോ അപ്പോൾ നമ്മളിവിടെ ആദ്യം കാണുന്നത് കുരങ്ങന്മാരെയും മയിലിനെയാണ്, ബേർഡ്സിനെയൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഫെറീസ് വീൽ അവിടെയുണ്ട്. അപ്പം നമ്മൾ കയറി വരുന്ന റൈറ്റ് സൈഡിൽ തന്നെയുള്ള ഒരു കാഴ്ചയാണ് ഫ്രണ്ട്സ് ഇത്. ഹലോ 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 ഹിയോ ഹിയോ. ആക്ച്വലി ഇവര് മംഗൂസ് പോലത്തെ ഒരു ചെറിയ ആനിമലാണ് ഫ്രണ്ട്സ്. അതിൻ്റെ ഒരു കേജാണ് ഇവിടെ കാണുന്നത്. شنو اسمه؟ What this is name? Zebra. ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ കയറി വരുന്ന വലതുവശത്തുള്ള ആ ഒരു ഭാഗത്ത് നമ്മുടെ ഇതുപോലെയുള്ള ജീവികളാണ്, അതായത് കീരിയെ പോലെയുള്ള ജീവികളാണ്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ താഴത്തൊരു സ്ലോപ്പിലായിട്ട് ഒരു സ്ലോപ്പ് ഏരിയ അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നു. കണ്ടോ, നമ്മൾ മുകളിൽ നിന്നാണ് അത് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ കാണുന്നത് ഒരു അപൂർവ കാഴ്ചയാണ് ഫ്രണ്ട്സ്. അതായത് അങ്ങ് ദൂരെ ഒരു പറ്റം ആടുകളാണ്. ഇത്തിരി ഹ്യൂജ് ആയിട്ടുള്ള ഒരു വൈൽഡ് ഗോഡ്സ് എന്ന് പറയാം.
ഫ്രണ്ട്സ്, സോ വെൽക്കം ബാക്ക് അഗെയിൻ ടു ട്രാവൽ സ്ക്യൂട്ട്സ്. അപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു ജയന്റ് ക്യാമലിനെയാണ്. സോ ടിബിലിസി സൂവിലെ ആ മിഡില് നല്ല സണ്ണി ആയിട്ടുള്ളൊരു ദിവസമാണെന്ന് നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഭാഗത്ത് സിറ്റിയുടെ ആ ഒരു കാര്യങ്ങള് റോഡും എല്ലാം ഉണ്ട്. അവിടെ ഒരു സ്ലോപ്പ് പോലെയുള്ള ഒരു ഭാഗത്താണ് ഈ ഒരു ജയന്റ് ക്യാമലിന്റെ മുമ്പിൽ നിന്നാണ് നിങ്ങൾ ട്രാവൽ സ്പീഡ് സംസാരിക്കുന്നത്. സോ ടിബിലിസിയിലെ സൂ എന്ന് പറയുമ്പോൾ ഒരു കുട്ടികൾക്കും കൂടി എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാം. അവിടെ ഫെറീസ് വീലുണ്ട്. ഭയങ്കര ഫ്രണ്ട്ലി ആയ ക്യാമലാണ് കേട്ടോ. ഞാൻ ഹായ് പറയുമ്പോൾ എന്നെ നോക്കി 2 മിനിറ്റ് നിന്നു. സോ അതുകൊണ്ട് ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത് ഫ്രണ്ട്സ്. ട്രാവൽ സ്കിഡിന്റെ നമ്മള് ടിബിലിസി സൂവിലെ ഈ ഒരു മിനിറ്റില് നമ്മൾ ഈ ജയന്റ് ക്യാമലിന് ഫീഡ് ചെയ്യുവാണ്. കുട്ടി ഹലോ ഹലോ, he's not taking. മീൻസ് നമ്മളിപ്പോൾ ഈ ക്യാമലിനോടൊക്കെ വിട പറഞ്ഞ ആ കേജി നമ്മൾ പോവാണ്. സോ അവർക്ക് അവിടെ വൈക്കോല വെച്ചിരിക്കുന്നത്. സോ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളി. സോ ഇവിടെ വരയാടുകളെ പോലെയുള്ള ഒരു അടുത്തത്. സോ അപ്പോൾ ഒത്തിരി ഈ എന്താ പറയുക ആട് വർഗത്തിലെ ഗോഡ് അങ്ങനെയുള്ള സ്പീഷീസ് ആണ് ഇവിടെ കൂടുതലും ഈ ഒരു ഭാഗത്ത്. ഷീപ്പ്, നമ്മുടെ നാട്ടിലെ വരയാടുകളെയൊക്കെ പോലെയുള്ള ഒരു ഇത്. ഫ്രണ്ട്സ്, നമ്മൾ ആടുകളുടെ ആ ഒരു ഭാഗത്ത് നമ്മൾ ഇറങ്ങി വരുമ്പോൾ കാണുന്നത് ഇങ്ങനെ കിഡ്സിന് പ്ലേ ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. അതിനുള്ളിലും നമ്മൾ ഈ പറയുന്ന വർഗത്തിലെ ഷീപ്പ്, ഡോങ്കി അങ്ങനെയുള്ള ഒരു കാറ്റഗറി ഇവിടെയുണ്ട്. കങ്കാരു ഉണ്ട്. കങ്കാരുവിൻ്റെ ഒരു ഇതാണിത് നമ്മൾ കാണുന്നത്. ടാപ്പിർ എന്ന് പറഞ്ഞൊരു ക്യൂട്ടസ്റ്റ് ആനിമൽ ആണ്. നമ്മൾ ടാപ്പിറെ നോക്കാം ഫ്രണ്ട്സ്. ഇതാണ് ടാപ്പിർ. ഇത് മിക്ക സൂവിലും അങ്ങനെ കാണാത്തൊരു വന്യമൃഗമാണ്. വളരെ എന്താ പറയുക സാധുക്കളാണത്. അപ്പോൾ അത് വരുവാണ്. സോ നമുക്ക് അതിൻ്റെ ഒരു ക്ലോസ് ലുക്ക്. ഇപ്പം ഈ ഒരു കൂട്ടിൽ കങ്കാരുവിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, പിന്നെ ടാപ്പിറുണ്ട്, പിന്നെ ഒരു ആടുകളുടെ 2-3 എന്താ പറയുക ഒരു സ്പീഷീസ് കാണാം. സോ ഇപ്പോൾ ടാപ്പിറാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ കൂടെ ഒരു കങ്കാരുൻ്റെ കുഞ്ഞും ഉണ്ട് കേട്ടോ.
സോ ഇപ്പോൾ കുറേ പ്രാവുകളും ഒരു പൂളുള്ള ഒരു കൂട്ടിലാണ് ഈ കങ്കാരൂസും ടാപ്പിറിനെ ഇട്ടിരിക്കുന്നത്. ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള ഒരു ലയൺ ആണ് നമ്മൾ കാണുന്നത്. വൈറ്റ് ലയൺ ആണ്. സോ ഇതൊരു അഡോപ്ഷൻ പ്രോഗ്രാം ആണ്. സോ ഇതിലുള്ള ഒരു എന്താ പറയാ, ഈ പറയുന്ന ഒരു ആനിമലിനെ സാമുവൽ അൽഗാനി സെക്യൂരിറ്റി കമ്പനി അങ്ങനെ ഇപ്പോൾ അഡോപ്ഷൻ ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം ചിലപ്പോൾ അവർ നോക്കുമായിരിക്കും. ഒരു കൂട്ടം അവിടെ അങ്ങ് ദൂരെയുണ്ട്. അതിനുള്ളിലാണ് ഒരു മെയിൽ ലയൺ ഉള്ളത്. സൂം ചെയ്യാം, കണ്ടോ? സോ ഇപ്പം നമ്മളിപ്പോൾ കാണുന്ന ഫീമെയിൽ എൻ്റെ മുകളിലുണ്ട്. ഹായ്. പിന്നെ മെയിൽ അങ്ങ് ദൂരെയുണ്ട്. ഇവിടെ പോണി ഉണ്ട്, ഹോഴ്സസ് ഉണ്ട്, പിന്നെ ഈ യാക്ക് പോലെയുള്ള, പിന്നെ ഹോഴ്സസിന്റെ കുട്ടികൾ, ആട് വർഗത്തിൽപ്പെട്ട അങ്ങനെ അതെല്ലാം ഉള്ള ഒരു വലിയൊരു യാർഡ് പോലെ, അതുങ്ങളുടെ ഒരു വലിയ കേജ് പോലെ ഓപ്പൺ ഒരു ഇതായിട്ടിരിക്കുവാണ്. So I'm so lucky to meet you. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മൈഗ്രേറ്ററി ബേർഡ്സ്, ഈ പെലിക്കൻസ് പോലുള്ള ഒരു ബേർഡ്സിൻ്റെ ഒരു കേജാണ്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊരു ബേർഡാണ് കേട്ടോ ഇവിടെ നമ്മൾ കാണുന്നത്. ഒരു പൂൾ അതിൻ്റെ മിഡിലുണ്ട്, പിന്നെ അതിൻ്റെ തന്നെ ഒരു ബേബീസ്, പിന്നെ ഇവിടെ പീജിയൻസും വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, സോ അപ്പം നമ്മളിവിടെ ഒരു ജോർജിയൻ ഒരു കുട്ടിയാണ് കണ്ടത്, ഒരു ഗ്രാജുവേറ്റ് ആണ്. സോ അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേ കോളേജ് കഴിഞ്ഞ് അത് ഇവിടെ സൂ, ഇത് സിറ്റിയുടെ നടുക്കാണ്. സോ അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ തനിയെ വന്നിരിക്കുവാണ് ഫ്രണ്ട്സ്. സോ ഹർ നെയിം ഈസ് ആന. സോ Anna wish to visit India as well, right? Yeah. So we are in front of this migratory water birds ആണ്. പെലിക്കൻസിനെ കണ്ടു. സോ നമുക്ക് ഇനി മുൻപിലോട്ട് നടക്കാം. അവിടെ കുറേ ഇനിയും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത കാര്യങ്ങളുണ്ട്. സോ ലെറ്റ്സ് ഗോ ആൻഡ് എക്സ്പ്ലോർ മോർ. കണ്ടോ, ഇതിപ്പോൾ സിറ്റിയുടെ നടുക്കായത് കാരണം ഇങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലിയാണ് വരുന്നത്. സോ വെരി സൈലന്റ് ആയിട്ടുള്ള ഒരു സിറ്റിയുടെ നടുക്കാണെങ്കിലും ഇറ്റ്സ് വെരി സൈലന്റ്. പിന്നെ ഇങ്ങനെ ബ്ലൂ സ്കൈ കാണാം, ആ ഒരു കെട്ടിടങ്ങളുടെ ആ ഒരു നിറയും കാണാം. ഇവിടെ നമുക്ക് കുറച്ച് ഡക്സ്, ഫ്ലൈയിങ് ഡക്സ് ആണ്. ഫ്ലൈയിങ് ഡക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒത്തിരി പേർക്ക് ഇപ്പോൾ ഒരു ട്രെൻഡാണ് ഇതുങ്ങളെ വളർത്താനൊക്കെ ആയിട്ട്. അപ്പോൾ ഫ്ലൈയിങ് ഡക്സിൻ്റെ ഒരു കൂടാണ് നമ്മൾ കാണുന്നത്.
സോ അപ്പം ഒരു കൂട്ടം പോണീസ് ആണ് കേട്ടോ പോകുന്നത് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാണാമോ മൗണ്ടൻ യാക്സ് ആണ്. നമ്മുടെ നാട്ടില് നമ്മളിപ്പം കുളു മണാലിയിലൊക്കെ കാണുന്ന അത്രയും വലിയ യാക്സ് അല്ല, ബട്ട് ഇറ്റ്സ് റിയലി ഒരു വലുതും ചെറുതും കൂടിയ ഒരു കൂട്ടമാണ് യാക്സിന്റെ. ഹലോ ഓ ബേബി. Hello, boys. Hello, boys, don't fight, okay? No more fighting. It's the feeding point, friends. So, ഇപ്പോൾ ഇവിടെ ഫീഡ് ചെയ്യുവാണ്. നമുക്ക് ഒത്തിരി നല്ല എന്താ പറയുക എനർജറ്റിക് ആയിട്ടുള്ള ഹോഴ്സസിനെ കാണാം. പിന്നെ നമ്മുടെ ഗോഡ്സ്, പിന്നെ യോക്സ്. ഫ്രണ്ട്സ് ഇവിടെ നമ്മളൊരു കൂട്ടം കാണ്ടാമൃഗങ്ങളെയാണ് കാണുന്നത്. ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. അവരെ ഫീഡിങ് പോയിന്റ് ആണിത്. അപ്പോൾ ഹോളാണ്, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ അവരുടെ പിക്ചർ ക്ലിയർ ആയിട്ട് എടുക്കാം. ബട്ട് ഇത്തിരി ബിഗ് ആയിട്ടുള്ള ആനിമലാണ്, റിസ്ക്കിയാണ്. സോ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ അടുത്ത് പോകാൻ പറ്റാത്തത്. ഈ ഒരു കോർണറിൽ ഇങ്ങനെ ഒരു ഹോള് കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നതാണ്. ഫുഡിനുള്ള ഒരു കെട്ട്, വൈക്കോലിന്റെ കെട്ടുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ ഇതൊരു ഓപ്പൺ സ്പേസിലാണ് നമ്മൾ ഈ കാണുന്ന ഈ കാണ്ടാമൃഗം, ഇത് പോണീസ് അതെല്ലാം ഉള്ളത്. അപ്പൊ നൈസ്ലി ഫെഡ് ആണ് അവര്, നന്നായിട്ട് അവർക്ക് ഭക്ഷണം ഉണ്ട്. പിന്നെ എന്താ പറയാ, ഒരു അഡോപ്ഷൻ സെന്റർ കൂടിയൊക്കെ ഉള്ള ഒരു സൂ ആണ്. സോ ഇപ്പൊ ആനിമൽസിനെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് ഓരോ കമ്പനീസും. അതിന് മിഡിൽ ഓഫ് ദ സിറ്റി ആയത് കാരണം ഇൻ ബിറ്റ്വീൻ കുട്ടികൾക്കുള്ള ഇങ്ങനെ റൈഡ്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാം ബിൽഡിങ്സ് നമ്മൾ പറഞ്ഞ പോലെ. അപ്പോൾ ഈ ഒരു എൻഡിൽ ഇങ്ങനെ കുട്ടികളുടെ ഒരു സോണാണ്, കിഡ്സ് സോൺ എന്ന് പറയാം. ഒത്തിരി റൈഡ്സ് ഒക്കെ ഉള്ള കളർഫുള്ളായിട്ടുള്ള ആ ഒരു റൈഡ്സും ആ ബ്ലൂ സ്കൈയും കേട്ടുള്ള ഒരു ചെറിയ ഒരു സോൺ, ഒരു കിഡ്സിൻ്റെ സോൺ നമുക്ക് കാണാം. ഒത്തിരി ഗെയിം റൈഡ്സ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. സോ അപ്പോൾ അതിൻ്റെ ഒരു ടിക്കറ്റിംഗ് പോയിന്റും ഉണ്ട്. സോ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ റൈഡ്സിന് നിൽക്കുന്നില്ല എന്തായാലും. I wanted to work here as a volunteer, but I have no time. So, how much they pay? It's like volunteer program. ഫ്രണ്ട്സ്, നമ്മൾ താഴ്ത്തുന്ന വൈറ്റ് ലയൺസിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ ആ സ്റ്റെയർ കയറി വരുമ്പോഴാണ് ലിയോപാർഡ്സിനെ കാണുന്നത്. ഇറ്റ്സ് റിയലി ഹ്യൂജ് വൺ ആണ് കേട്ടോ. Interesting. Are they male or female? I think the other one male, this one female. Okay, we go. They don't like.
Really? Oh my god. Oh, beneran. Two. ഫ്രണ്ട്സ്, നമ്മളിനി കാണാൻ പോകുന്നത് ബിഗ് കാറ്റ്സ്. നമ്മൾ അവിടെ വൈറ്റ് ലയൺ കണ്ടു. പിന്നെ അതിനുശേഷം ആ ഫസ്റ്റ്, അതായത് നമ്മൾ അവിടെ നിന്ന് നമ്മൾ ലിയോപ്പാർഡ് കണ്ടു. ലിയോപ്പാർഡ് 2 എണ്ണം ഉണ്ടായിരുന്നു, ഹ്യൂജ് വൺ. പിന്നെ നമ്മളിവിടെ നോക്കുന്നത് അമുർ എന്ന് പറഞ്ഞൊരു സ്പീഷീസ് ആണ് ടൈഗറിലെ. സോ ഇപ്പം ഇത് ബിഗ് കാറ്റ്സിന്റെ ഒരാളാണ്. സോ ഇപ്പം ഇതിൽ ഈ അമുർ ടൈഗർ, ഇവിടെ ഉള്ളത് അമുർ ടൈഗർ എന്ന് പറഞ്ഞത് ലാർജസ്റ്റ് ആണ്. 9 സ്പീഷീസ് ഓഫ് ടൈഗറിൽ ഇത് ലാർജസ്റ്റ് ആണ്. ഫ്രണ്ട്സ്, ടൈഗർ അതിൻ്റെ ഉള്ളിലാണ്. ഇങ്ങോട്ടേക്ക് വരുന്നില്ല, അവിടെ ഇങ്ങനെ മട്ടത്തിൽ നടക്കുവാണ്. ഹ്യൂജ് വൺ. അമൂർ എന്ന് പറയുന്ന ഒരു ഇനത്തിൽ പെടുന്ന ഒരു ടൈഗറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ്. സോ അപ്പം മേ ബി ഒരു കപ്പിളായിട്ട് ഒരെണ്ണം കൂടി കാണണം. ബട്ട് നമുക്കിവിടെ ഒരൊറ്റ ടൈഗറിനെ കാണാൻ കഴിയുന്നുള്ളൂ, അതും അങ്ങ് ദൂരെയാണ്. ഫ്രണ്ട്സ്, നമ്മൾ ആ ബിഗ് കാറ്റ്സിന് താഴെ ഇറങ്ങുമ്പോൾ നമ്മൾ ഇപ്പം സൂ ആക്റ്റീവായി തുടങ്ങി ഫ്രണ്ട്സ്. ഒത്തിരി ഫാമിലീസ്, കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. പിന്നെ നിങ്ങൾക്ക് കാണാം അവിടെ ടസ്മിൻ്റെ ആ ഒരു TV ടവർ. പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ആ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ഉണ്ട്. ആ ബിഗ് കാറ്റ്സിനും എന്താ പറയുക, ചെറിയ കിഡ്സ് സോണിൻ്റെ ഒക്കെ ആ ഒരു ഭാഗത്തായിട്ട്. To go and play, yeah? Are you alone? കുട്ടിയാണ് കേട്ടോ, മങ്കിയെടുത്ത് കളിക്കുവാണ്. ഓക്കെ, നമുക്ക് ഇനി മുന്നോട്ട് പോവാം ഫ്രണ്ട്സ്. ആ ഒരു ഭാഗം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനുള്ളൂ. ഈ ഒരു ഭാഗത്തെല്ലാം നമ്മൾ ഈ ഒരു ആടിനൊക്കെ നമ്മൾ കയറി വരുന്ന ആ ഒരു സമയം കണ്ടതാണ്. ലെറ്റ്സ് ഗോ ദാറ്റ് സൈഡ്. ഫ്രണ്ട്സ്, നമ്മളുടെ പ്രിയപ്പെട്ട ആനക്കുട്ടനെയാണ് നമ്മൾ കാണുന്നത്. ഒരു അത്ര കറുത്ത നിറമില്ല, ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു ലൈറ്റ് കളറായിട്ടുള്ള ഒരു ആനയാണ്. ആക്ച്വലി ഇതൊരു ഏഷ്യൻ എലഫൻ്റ് ആണ്. കാരണം അതിൻ്റെ ചെവി ഇങ്ങനെ കണ്ടോ, നമ്മുടെ അത്ര വലുതല്ല, ആഫ്രിക്കൻ അല്ല, ഒറ്റയ്ക്കാണ്. പിടിയാനയാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ കാണുന്നത്. It needs more grass, I guess. Hello. എനിക്ക് തോന്നുന്നു ഈ ഒരു ആനയുടെ ആ ഒരു കേജ് ഇസ് റിയലി എ സ്മോൾ പ്ലേസ് ഫോർ ഹെർ. അതെനിക്കൊരു ചെറിയൊരു കൺസേൺ എനിക്ക് തോന്നി. കാരണം ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് ആശാട്ടി. പിന്നെ ഒരു മീഡിയം ഒരു ഇതുള്ളൂ, സൈസുള്ളൂ. ഫീമെയിൽ ഒരു എലഫന്റിനെയാണ് ഫ്രണ്ട്സ് നമ്മൾ കാണുന്നത്. ഹായ്. സോ അതിന് ഫുഡ് ഇടുന്ന ഒരു ഭാഗമാണ് അത് കാണുന്നത്.
അപ്പോൾ അത് ഫീഡിങ് ടൈമാണ് ഫ്രണ്ട്സ്. ആക്ച്വലി ഒത്തിരി വെജിറ്റബിൾസ് ആണ് ഫീഡ് ചെയ്യുന്നത്. ഇവിടെ ഒത്തിരി കുട്ടികളുടെ ഒരു സംഘമാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. What's the name, sir? What's the name? 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 No name. Go, Maggie, go. ആള് ഭയങ്കര ഈ എന്താ പറയാ ഭക്ഷണപ്രിയനാണെന്ന് തോന്നുന്നു ഫ്രണ്ട്സ്. എന്തായാലും ലക്കിയാണ്, അവര് ഫീഡ് ചെയ്യുവാണ് ഒത്തിരി ഒത്തിരി കാര്യങ്ങളെ കൊണ്ട്. സോ അപ്പോൾ അവിടെ ഷെൽട്ടർ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ, അതിൽ വെള്ളമുള്ളൊരു പൂളാണ്. ഫ്രണ്ട്സ്, ഈ ഒരു ഏരിയയിൽ റെപ്പറ്റൈൽസ്, സ്നേക്സ്, ഫ്രോക്സിൻ്റെ ഒരു കാറ്റഗറിയാണ്. ഞാൻ എന്തായാലും അവിടെ പോകുന്നില്ല. സോ അപ്പോൾ അവിടെ സെപ്പറേറ്റ് പേ ചെയ്യണം. സോ അപ്പോൾ എന്തായാലും ഞാൻ അവിടെ പോകുന്നില്ല, കാരണം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ വിൻ്റർ ആയത് കാരണം ഓട്ടം ലീവ്സ് എല്ലാം പോയി ഇങ്ങനെ ചില്ലകൾ മാത്രമുള്ള ആ ഒരു എന്താ പറയുക വൃക്ഷങ്ങളും അത് ഈ ആകാശം ബ്ലൂ സ്കൈയിൽ കാണാൻ നല്ല ഒരു ഫിൽറ്റർ പോലെയാണെങ്കിൽ നിൽക്കുന്നത്. അരിപ്പ പോലെയാണ് ഈ വൃക്ഷങ്ങൾ. നിങ്ങൾക്ക് കാണാം അങ്ങ് ദൂരെ, അതായത് അവരുടെ ഓരോരോ ലാൻഡ്മാർക്ക് ബിൽഡിങ്സ്. നമ്മൾ കയറി വന്ന ആ ഒരു ഭാഗം. ഒരു ഭാഗം നിറയെ മങ്കീസ് ആണ്. ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് മങ്കീസിനെ നമ്മളിവിടെ കാണാം. So it's like, you know, they have a lot of species of animals. Monkeys ഉണ്ട്, birds ഉണ്ട്, പിന്നെ എന്താ പറയുക ബിഗ് കാറ്റ്സ് ഉണ്ട്. സോ വി ഡിഡ്ന്റ് സീ ക്രോക്കഡൈൽസ്. അങ്ങനെ ബിഗ് വാട്ടർ ആനിമൽസ് മാത്രമേ നമ്മളിവിടെ കാണാതെ ഉള്ളൂ, ബാക്കിയെല്ലാം കണ്ടു. സീ മങ്കി. സോ ഇങ്ങനെ ഒത്തിരി ഡിഫറെൻറ്റ് സ്പീഷ്യസ് മങ്കീസ് ഈ ഒരു ഭാഗത്ത്, നമ്മൾ എക്സിറ്റിൻ്റെ ആ ഒരു ഭാഗത്തുണ്ട്. പിന്നെ ഇത് എക്സിറ്റ് ആണ്. ഇപ്പോൾ എക്സിറ്റിൻ്റെ ആ ഒരു അരികത്ത് ഒരു മങ്കികളുടെ പല സ്പീഷ്യസിൻ്റെ ഒരു നിര കണ്ടു. പിന്നെ ഈ ഒരു ഭാഗത്ത് നല്ല ഭംഗിയില്ല, അതായത് ഈ വുഡൻ ബാമ്പു ഒക്കെ വെച്ചിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ഇങ്ങ് ഒരു ഭാഗത്ത്, ഈ ഒരു ഭാഗത്ത് നമുക്ക് സൂവിൻ്റെ എക്സിറ്റ് ആണ്. സോ അപ്പോൾ നമ്മൾ അപ്പുറത്തെ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ വന്നു, നമ്മൾ ഈ ഒരു ഭാഗത്ത് എക്സിറ്റ് പോവാണ്. നിങ്ങൾക്ക് കാണാം സ്ട്രീറ്റ്സ്, ട്രാഫിക്കിൻ്റെ ഒരു ഭാഗം. സോ അപ്പോൾ ഇത് മിഡിൽ ഓഫ് ദ സിറ്റി ആണ്. ഇങ്ങനെ ഒരു എന്താ പറയുക മിഡിൽ ഓഫ് ദ സിറ്റിയിലാണ് ഈ ഒരു എന്താ പറയുക ഹ്യൂജ് സൂ ഉള്ളത്. ഇറ്റ്സ് നോട്ട് ദാറ്റ് വെരി ഹ്യൂജ്, ബട്ട് ദേ കുഡ് അക്കോമഡേറ്റ് ഓൾ ദി സ്പീഷീസ് ഓഫ് ആനിമൽസ്. ഈ ഒരു ഭാഗത്തും അങ്ങനെ എന്തോ ഒരു ആനിമൽ ഉണ്ട്, നമ്മളത് ചെക്ക് ചെയ്യാം. ഇത് എക്സിറ്റ് ആയി നമ്മളിപ്പോൾ. സോ റക്കൂൺ ആണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ പീനട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇതിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുവാണ്, താഴെ വരുവാണ് ആക്ച്വലി. Here. Bye bye. Bye bye buddy. See you. Friends, അപ്പോൾ ഇന്ന് ഒരു എന്താ പറയുക റെയിനി അല്ലാത്തൊരു സണ്ണി ബ്രൈറ്റ് ഡേയിലാണ് ട്രാവൽസ്കിയുടെ ഇവിടെ ടിബിലിസിയുടെ ഈ സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിലുള്ള
ഈ ഒരു സൂ എക്സ്പ്ലോർ ചെയ്യാൻ എത്തിയത്. സോ അതൊരു നല്ല ഡിസിഷൻ ആയിരുന്നു, കാരണം ഒത്തിരി വെറൈറ്റി ഓഫ് സ്പീഷീസ് ഓഫ് ആനിമൽസ് നമ്മളിവിടെ കണ്ടു, ഇൻക്ലൂഡിങ് ബിഗ് കാറ്റ്സ്, എലഫൻസ് വരെ നമ്മളിവിടെ കണ്ടു, റക്കൂൺസ്, വാട്ടർ ബേർഡ്സ്, അങ്ങനെയെല്ലാം. പിന്നെ ഒത്തിരി കിഡ്സിന് പ്ലേ ഇവിടെ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ കണ്ടു. പിന്നെ അങ്ങ് ദൂരെയുണ്ട് കിഡ്സിനുള്ള ഒരു ഏരിയ. പിന്നെ അങ്ങ് ദൂരെയും കിഡ്സിന് ഓരോ കോർണറിൽ കിഡ്സിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫാമിലിയാണ് കൂടുതൽ ഇവിടെ വന്നിരിക്കുന്നതെന്ന്, കിഡ്സും ഫാമിലിയും. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പം ഇവിടെ കണ്ടോ, ഇതാണ് നമ്മൾ കയറി വന്ന എൻട്രൻസ് ആണ്. എൻട്രൻസിൽ നിന്ന് വന്നു, സിറ്റിയുടെ നടുക്കാണ്. സോ ഒരു ഹ്യൂജ് ക്രിസ്മസ് ട്രീ ഉണ്ട്. ഫെറീസ് വീല് നമ്മൾ പോയില്ല. പിന്നെ അങ്ങ് ദൂരെ ഒത്തിരി റെസിഡൻഷ്യൽ ബിൽഡിങ്സ്, ചേർച്ചസ്. സോ ഇപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യുവാണ്. പറഞ്ഞല്ലേ ഈ ഒരു ഭാഗത്ത് കിഡ്സിനുള്ള ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും നേരം ടിബിലിസി സെന്റർ, സിറ്റിയുടെ നടുക്കുള്ള ഈ മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു നല്ലൊരു വൈബായിരുന്നു ഈ സൂവില്. കാരണം ഒത്തിരി കിഡ്സും ഫാമിലിയും ഉണ്ട് ഇവിടെ. പിന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. കുറേ ആനിമൽസിൻ്റെ അടുത്ത് നമുക്ക് ചെല്ലാനും ഫീഡ് ചെയ്യാനൊക്കെ എനിക്ക് സാധിച്ചു. അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ അത്ര വലിയ ഒരു ഇതല്ല, കാരണം ഇതൊരു സിറ്റിയുടെ നടുക്കാണ്. സോ അപ്പോൾ ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വ്ലോഗ് ഫ്രം ടിബിലിസി സൂ. And please don't forget to subscribe, like, comment and support TravelScud. Thank you very much. So അപ്പോൾ നമ്മൾ എക്സിറ്റിൽ പോവാണ് ഫ്രണ്ട്സ്.